സഹോദരങ്ങളെ നമസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയൂ? തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തഹജ്ജുദ് നിസ്കാരം മുൻഗാമികളുടെ ചര്യയാണ്. മുൻഗാമികളുടെ ചര്യയാണ് തഹജ്ജുദ് നിസ്കാരം. മഹാന്മാരായ അല്ലാഹു ഇഷ്ടപ്പെടുന്നവരുടെ അടയാളമാണ് തഹജ്ജുദ് നിസ്കാരം. 1. 2, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, സഹാബാ, നാളെ പടച്ചവന്റെ കോടതിയുണ്ടല്ലോ. സ്വർഗത്തിന്റെ ആരാമങ്ങൾക്ക് നടുവിലൂടെ സ്വർഗവാസികൾ മുഴുവനും ആസ്വദിച്ച് നടക്കുകയാണ്. പടച്ചവൻ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമുണ്ടല്ലോ, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അത് അല്ലാഹുവിന്റെ ലിഖാഹ് കാണലാണ്, പടച്ചവനെ കാണലാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബത്തേ, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ എന്നെ കാണാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഫയറുഫൗൽ ഹിജാബ്, അല്ലാഹ് തന്റെ മറയെടുത്ത് അങ്ങോട്ട് മാറ്റുകയാ. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാഹ്, എല്ലാവരും അല്ലാഹുവിനെ കാണുകയാണ്, എല്ലാവരും പടച്ചവന്റെ ലിഖാഹ് കാണുകയാണ്. അവസരത്തിൽ അല്ലാഹ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട്, പടച്ചവൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന്, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്നാ, അല്ലാഹ് നാളെ സ്വർഗത്തിൽ വെച്ച് സലാം പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, സഹാബത്തേ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് പടച്ചവനെ ഓർക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ അവന് കിട്ടുന്ന 2ാമത്തെ പ്രതിഫലം, നാളെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹ് സലാം പറയുമ്പോ അല്ലാഹുവിനെ കണ്ടു മടക്കാൻ അവന് ഭാഗ്യമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹ് സലാം പറയും. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹുവിനെ കാണല. എല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഫയറുഫൗൽ ഹിജാബ്, തന്റെ മറയെടുത്ത് അങ്ങോട്ട് മാറ്റും. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാ, എല്ലാവരും അല്ലാഹുവിനെ കാണും. ആ അവസരത്തിൽ അല്ലാഹ് പറയും, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന. സലാം പറയുമ്പോൾ അല്ലാഹുവിനെ കണ്ടുകൊണ്ട് മടക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നീ തഹജ്ജുദ് നിത്യമായി നിസ്കരിച്ചാൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3ാമത് തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം, 3ാമത് തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിന്റെ ഹൃദയത്തിൽ ചെയ്തു പോയ പാപത്തിന്റെ കറകൾ മാറും, പാപത്തിന്റെ കറകൾ മാറും. എത്ര വലിയ കൊടുംപാപം ചെയ്തവനാണെങ്കിലും, എത്ര വലിയ അപരാധം ചെയ്തവനാണെങ്കിലും, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ പാപവും അല്ലാഹു പുറത്തു തരും. നിങ്ങളുടെ പാപത്തിന്റെ കറ മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയം കറുത്തുപോയത് കൊണ്ടാണ്, പാപങ്ങൾ അധികരിച്ചത് കൊണ്ടാണ് ഗൾഫിൽ നിന്ന് മടങ്ങി വന്ന ഭർത്താവിന് ഉറക്കഗുളിക കലക്കി കൊടുത്തിട്ട് അയൽവാസിയുടെ വീട്ടിലേക്ക് പാതിരാത്രിയിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണിറങ്ങിപ്പോയത്. അതുകൊണ്ടാണ് കാമുകന്മാരുടെ കൂടെ ഒളിച്ചോടുന്നത്. 10 മാസം ഗർഭം ധരിച്ച് മരണവേദനയുടെ വേദനയും സഹിച്ച് പ്രസവിച്ച തന്റെ പൊന്നു മകളെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ എന്റെ മുസ്ലിം പെങ്ങന്മാര് തയ്യാറാകുന്ന അതുകൊണ്ടാ, പാവങ്ങൾ അധികരിച്ചു പോയത് കൊണ്ടാ, ഹൃദയം കറുത്തുപോയത് കൊണ്ടാ, മൃഗത്തിനെക്കാൾ അധപ്പതിച്ച ജീവിതം നയിക്കുന്നത് കൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ, എത്ര വലിയ പാപം ചെയ്തവനും അല്ലാഹു പുറത്തു തരും. അല്ലാഹു എത്ര വലിയ കൊടും പാപം ചെയ്തവനും അല്ലാഹു പുറത്തു തരും. എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പാപം ചെയ്ത വ്യക്തി ആരെന്നറിയും? ലോകത്തൊരു മനുഷ്യനും ചെയ്യാത്ത ഏറ്റവും വലിയ പാപം ചെയ്ത മനുഷ്യന് പോലും അല്ലാഹു പുറത്തു കൊടുത്തു. അത്ര വലിയ പാപമൊന്നും നമ്മൾ ആരും ചെയ്തിട്ടില്ലല്ലോ. എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളാരും അത്രയും വലിയ കൊടുംപാപമൊന്നും സ്വപ്നത്തിൽ പോലും കേൾക്കാത്ത പാപം ചെയ്ത മനുഷ്യന് പോലും അല്ലാഹു പുറത്തു കൊടുത്തു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ വീട്ടിൽ കിടക്കുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് ഓടി വന്നു.
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, എന്തേ കരയണേ, എന്തേ നീ കരയണേ? അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അത്ര നബിയെ, കഅബയുടെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുന്ന നബിയെ, കഅബയുടെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. ആരെല്ലാം വന്ന് പിടിച്ചു മാറ്റിയിട്ടും ആ മനുഷ്യൻ മാറുന്നില്ല. ആ പാവപ്പെട്ടവന്റെ ദുആ കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലദാ ഉമറിനോട് പറഞ്ഞു, ഉമറേ, ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവാ ഉമറേ. ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരാറ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കഅബയുടെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരയുന്ന ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരികയാണ്. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ആ മനുഷ്യനോട് ചോദിക്കുന്നു, എന്ത് പാപമാ നീ ചെയ്തത്? എന്തിനാ കഅബയുടെ കില്ല പിടിച്ചിട്ട് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഒരു പാപം ഞാൻ ചെയ്തു നബിയെ. ആ തൗബയ്ക്ക് വേണ്ടിയാണ് നിന്ന് കരയുന്നതെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാ, എന്ത് പാപമാ ചെയ്തത്? ആ മനുഷ്യൻ പറയുന്നു, നബിയേ, ഇന്ന് വരെ ഒരു മനുഷ്യനോടും ഞാൻ പറഞ്ഞിട്ടില്ല, പടച്ചവന്റെ മുന്നിലല്ലാതെ ഒരു മനുഷ്യരോടും ഇന്ന് വരെ ആ പാപത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രവാചകരാ ചോദിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? അതാ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ, എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മയ്യത്ത് കബറടക്കാൻ പള്ളിക്കാട്ടിലേക്ക് ഞാനും പോകും നബിയേ. കബർ കുടിക്കാൻ ഞാനും കൂടും നബിയേ. കബറടക്കാൻ ഞാനും കൂടും നബിയേ. കബറടക്കിയിട്ട് എല്ലാവരും മടങ്ങി പോകുമ്പോൾ ആ കബറടക്കിയ സ്ഥലം ഞാൻ നോക്കി വെക്കും നബിയേ. പാതിരാത്രി കടന്നു വരുമ്പോൾ, പാതിരാത്രി എത്തിക്കഴിയുമ്പോ, എല്ലാവരും കടന്നുറങ്ങി കഴിയുമ്പോ, യാ റസൂലല്ലാഹ്, ഈ എഴുന്നേറ്റ് പള്ളിക്കാട്ടിലേക്ക് പോകും നബിയേ. ആ പള്ളിക്കാട്ടിലേക്ക് കടന്നു പോയിട്ട് ആ കബർ ഞാനങ്ങ് മാന്തും നബിയേ. എന്നിട്ട് ആ മയ്യത്തിന്റെ ശരീരത്തിൽ പൊതിഞ്ഞിരിക്കുന്ന 3 കഷ്ണം കഫൻ തുണിയുണ്ടല്ലോ, അതാ ശരീരത്ത് നിന്ന് ഞാൻ അടിച്ചെടുക്കും നബിയെ. മോട്ടിച്ചു കൊണ്ടുപോയി പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റിട്ട് അതുകൊണ്ട് ജീവിക്കുകയാണ് നബിയേ. എന്നിട്ടാ മനുഷ്യൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഒരു ദിവസമുണ്ടല്ലോ, 7 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നാട്ടിലൊരു സുന്ദരിയായ പെണ്ണ്, ഏത് ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്ന ഈ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരിയായ തൊലിവെളുപ്പുള്ള ഒരു സുന്ദരിയായ സാലിഹത്തായ പെണ്ണ് മരിച്ചു നബിയേ. ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി നബിയെ. കബർ നോക്കി വെച്ച് നബിയെ. പാതിരാത്രിയിൽ എല്ലാവരും അവരുടെ കൂരയ്ക്കകത്ത് കടന്നിറങ്ങുമ്പോൾ ആരും അറിയാതെ ആ കബറിന്റെ പുറത്തേക്ക് ഞാൻ നടന്നു നബിയേ. ആ കബറിന്റെ മുന്നിലേക്ക് നടന്നു പോവുകയാണ്. അതാ കബറങ്ങോട്ട് മണ്ണുകൾ വെട്ടി മാറ്റുകയാണ്. ആ കബറിനകത്ത് പലകകൾ മറങ്ങി മാറ്റുകയാണ്. എന്നിട്ട് യാ റസൂലല്ലാഹ്, ആ കബറിനകത്തേക്ക് ഞാൻ ഇറങ്ങി നബിയേ. ആ പെണ്ണിന്റെ കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട്, ആ യുവതിയുടെ കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട് ആ പെണ്ണിന്റെ ശരീരത്തിൽ കഫം പൊതിഞ്ഞിരിക്കുന്ന തുണി ഞാൻ എടുത്തു മാറ്റി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് കഫൻ തുണി അഴിച്ചു മാറ്റി കബറിൽ നിന്ന് മുകളിലേക്ക് കേറുമ്പോ ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി നബിയേ.
സുന്ദരിയായ ചെറുപ്പക്കാരിയായ വെളുത്ത ശരീരമുള്ള പെണ്ണിന്റെ ശരീരം കണ്ടപ്പോൾ എനിക്ക് വികാരം തോന്നി നബിയേ. ആ പെണ്ണിനെ കബറിനകത്തിട്ട് ആ മരിച്ച പെണ്ണിന്റെ മയ്യത്തിനെ കബറുമാന്തിയിട്ട് കബറിനകത്തിട്ട് ഞാൻ വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഈ പാപം അങ്ങോട്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്. പ്രവാചകന് തളർന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂലും മിണ്ടാതിരിക്കുകയാണ്. പ്രവാചകൻ പറയുന്നു, എന്റെ മുന്നിൽ നിന്ന് മാറിപ്പോകണമെന്ന് പറഞ്ഞു വിടുമ്പോൾ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനുണ്ടല്ലോ മരുഭൂമിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. പ്രവാചകന്റെ വീടിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാ. എന്നിട്ട് മുട്ടുകുത്തി മരുഭൂമിയിൽ ഇരുന്നിട്ട് തന്റെ തലയുടെ മുകളിലേക്ക് മണല് വാരി എറിഞ്ഞിട്ട് പടച്ചവരോട് പറയുകയാണ്, അല്ലാഹുവേ, ഈ ഒരു പാപം ചെയ്ത് നിന്നോടല്ലാതെ മറ്റാരോടും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലാ. ഈ 7 വർഷമായി കഅബയുടെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. ഇന്ന് നിന്റെ പ്രവാചകം ചോദിച്ചപ്പോൾ, നിന്റെ പ്രവാചകരോട് പറഞ്ഞപ്പോ അവിടെ എന്നെ ആട്ടി ഓടിക്കുന്നു റബ്ബേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവന്റെ മുന്നിലേക്ക് കൈകൾ നീട്ടിയിട്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നബിയേ, എന്റെ ദാസന്മാരോട് പറ നബിയേ, അവരെത്ര വലിയ അക്രമം ചെയ്താലും, അവരെത്ര വലിയ കൊടുംപാപം ചെയ്താലും അവരോടൊന്ന് ചോദിക്കാൻ പറ നബിയേ. അവര് തൗബ ചെയ്താൽ ഞാൻ സ്വീകരിക്കും നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിലെ പാപത്തിന്റെ കറകൾ മാറും. 4 തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന 4ാമത്തെ പ്രതിഫലം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവൻ പാപത്തിലേക്ക് കടന്നു പോകുമ്പോൾ, പാപം ചെയ്യാൻ അവൻ കടന്നു പോകുമ്പോൾ, പാപത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് അവൻ പെട്ടുപോകുമ്പോൾ, ശൈത്താന്റെ ചതിയിൽ അകപ്പെട്ടു പോകുമ്പോൾ അവനെ ആ പാപത്തിൽ നിന്ന് അവന്റെ നമസ്കാരം തടയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഹജ്ജുദ് നിസ്കരിച്ച എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എത്ര വലിയ സുന്ദരിയായ പെണ്ണാണെങ്കിലും ആരും അറിയാതെ വീടിനകത്ത് കഥകടച്ചിട്ട് മടിയറയ്ക്കകത്ത് തന്റെ ശരീരത്തിലുള്ള സർവ്വ തുണികളും അടിച്ചിട്ടിട്ട് ആരും അറിയില്ലടാ എൻ്റെ മോഹമൊന്ന് സാധിച്ചതാടാ എന്ന് പറയുമ്പോൾ, ഇന്നി അഖാഫുല്ലാ, പിടി പെണ്ണെ, എനിക്ക് പടച്ചവനെ പേടിയാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ നാളെ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിത്യമായി മരിക്കുവോളം തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞു തന്റെ സഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹൗലുൽ കൗസറിലെ വെള്ളം ഞാൻ എല്ലാവർക്കും കോരിയാ കൊടുക്കണം. ഹൗലുൽ കൗസറിലെ വെള്ളം എല്ലാവർക്കും പ്രവാചകൻ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോരിയാ കൊടുക്കണം. എല്ലാവരുടെ കയ്യിലാ കൊടുക്കണം. ഒരേ ഒരാളുടെ വായിൽ മാത്രം ഒഴിച്ചു കൊടുത്തു. ഒരേ ഒരു സഹാബിയുടെ വായിൽ മാത്രം അല്ലാഹുവിന്റെ പ്രവാചകൻ ഹൗലുൽ കൗസറിലെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഏത് സഹാബിയുടെ വായിൽ ഒഴിച്ചു കൊടുക്കും? ആർക്കെങ്കിലും അറിയും? ആർക്കെങ്കിലും അറിയും? ഒറ്റ സഹാബിയുടെ, അറിയണവരെന്ന് കൈവക്കി. ഒറ്റ സഹാബിയുടെ വായിൽ മാത്രം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കളൊക്കെ വളരെ, എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കി. ഏത് കാര്യം പറഞ്ഞാലും അബൂബക്കറാണല്ലോ മുമ്പിൽ. ചിലരൊക്കെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഓരോ സഹാബത്തിന്റെ മുഖത്തും എല്ലാവരും വളരെ അത്ഭുതത്തോടെ ആരുടെ വായിലായിരിക്കും പ്രവാചകൻ വെള്ളം ഒഴിച്ചു കൊടുക്കുക.
എന്റെ പ്രിയമുള്ളവരെ, ആ അവസരത്തിൽ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഞാൻ ആരുടെ വായിലാണ് ഹൗദുൽ കൗസറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിൽ മാത്രമേ പ്രവാചകൻ വെള്ളം ഒഴിച്ചു കൊടുക്കൂ ഹൗദുൽ കൗസറിൽ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിൽ വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്ലിസിനെ സ്നേഹിച്ചതിന്റെ പേരിൽ, ഈ മജ്ലിസിനെ ബഹുമാനിച്ചതിന്റെ പേരിൽ, ഈ മജ്ലിസിൽ കയറി ഇരിക്കാനുള്ള മനസ്സ് കാണിച്ചതിന്റെ പേരിൽ അള്ളാഹു നമ്മളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിൽ വെള്ളം കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള കാരണമെന്താ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ മുസ്ലിമായതിന്റെ പേരിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. ഉത്ബത്തും ശൈബത്തും അതാ മരുഭൂമിയിൽ മലർത്തിക്കിടത്തിയിട്ട് തന്റെ നെഞ്ചത്ത് പാറയെടുത്ത് വെച്ച് ക്രൂരമായി ചാട്ടപാറ കൊണ്ടടിച്ചു കൊണ്ട് ഉപദ്രവിക്കുകയാണ്. ബിലാൽ പറയുന്നു, നബിയേ എന്നെ സഹായിക്കണേ നബിയേ, എന്നെ രക്ഷിക്കണേ നബിയേ. ഓരോ ദിവസവും പ്രവാചകനെ കാണുമ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം നട്ടുച്ച സമയത്ത് ളുഹർ നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ നടന്നു വരുമ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, ആ വെയിലത്ത് കിടന്ന് മരുഭൂമിയിൽ കിടന്നിട്ട് തന്റെ യജമാനനോട് വെള്ളത്തിന് കിടന്ന് യാചിക്കുകയാണ്. എനിക്കൽപ്പം വെള്ളം തരണേ എന്ന് പറഞ്ഞ് യാചിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോഴതാ ഉത്ബത്ത് കടന്നു പോവുകയാണ്. തന്റെ യജമാനൻ കടന്നു പോയിട്ട് ഒട്ടകത്തിന്റെ മൂത്രമെടുക്കുകയാണ്. ഒട്ടകത്തിന്റെ മൂത്രമെടുത്തുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ വെള്ളത്തിന് കിടന്ന് യാചിക്കുകയാണ്. ഒട്ടകത്തിന്റെ മൂത്രമെടുത്തുകൊണ്ട് വന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് എടുത്തൊഴിച്ചു കൊടുക്കാൻ പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് കടന്നു പോവുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് തന്റെ കൈവെക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബിലാലേ ക്ഷമിക്കൂ ബിലാലേ, ക്ഷമിക്കൂ ബിലാലേ, നീ ഇതൊന്ന് കുടിക്കൂ ബിലാലേ. നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം എല്ലാവരുടെയും കയ്യിൽ ഞാൻ എടുത്തു കൊടുക്കുമ്പോൾ ബിലാലേ, ഇന്ന് നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ നിന്റെ വായിലേക്ക് ഞാൻ വെള്ളമൊഴിച്ചു തരാ ബിലാലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങോട്ട് പറയുമ്പോൾ മഹാനായ സയ്യിദിനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പുഞ്ചിരിക്കുന്ന മുഖത്തോട് കുതിരയുടെ മൂത്രം അങ്ങോട്ട് കുടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ക്ഷമിക്കാനുള്ള മനസ്സുണ്ടായാൽ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗത്തിൽ നിനക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന്, നിനക്ക് ചേരാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം എന്തെങ്കിലും ഒരു വിപത്തുണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നവർ. രണ്ടാമത്തെ വിഭാഗം ഏതാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനതാ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ഏതാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബാ തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. എന്റെ പ്രിയമുള്ളവരെ, ഈ പള്ളം നിവാസികളുണ്ടല്ലോ, എല്ലാവരും പാതിരാത്രിയിൽ അവരുടെ വീടിനകത്ത് കിടന്ന് സുഖിച്ചുറങ്ങുകയാണ്. എല്ലാം മറന്നുകൊണ്ട് എല്ലാവരും പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുഖമായി കിടന്നുറങ്ങുമ്പോൾ പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടല്ലോ, അവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. തഹജ്ജുദ് നിസ്കരിക്കുന്നവർ,
എന്റെ പ്രിയമുള്ളവരെ, എന്റെ മുന്നിലിരിക്കുന്ന എത്ര പേർക്ക് ആ തഹജ്ജുദ് നിസ്കാരമുള്ളത് നിത്യമായി നമുക്കുണ്ടാവും. റമളാൻ മാസമൊക്കെ എത്തുമ്പോൾ എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കും. അത് കഴിയുമ്പോൾ കഴിഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പടച്ചവൻ ഒരു അവസരത്തിൽ പറഞ്ഞു അത്രേ, നബിയെ, എനിക്ക് ഭൂമിയിൽ ദുനിയാവിൽ കുറെ ആൾക്കാരുണ്ട്, ചില അടിമകൾ എനിക്ക് ദുനിയാവിലുണ്ട്. അവർ എന്നെ ഇഷ്ടപ്പെടുന്നു, അവരെന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. എന്നെ അവരിഷ്ടപ്പെടുന്നു, അതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. അവൻ എന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ എന്റെ മുന്നിലേക്കൊന്ന് വരാൻ. അവൻ എന്നെ ഓർക്കുന്നതിനേക്കാൾ എപ്പോഴും നബിയെ ഞാൻ അവനെ ഓർക്കുന്നു. അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും നബിയെ. ഇങ്ങനെ ചില അടിമകളുണ്ട്. ഈ പള്ളത്തുള്ള എന്റെ പ്രിയപ്പെട്ട നിങ്ങളിൽ ചിലരെ അള്ളാഹു വല്ലാത്ത ഇഷ്ടമാ. നിങ്ങൾ അള്ളാഹനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ പടച്ചവൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ പടച്ചവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ കണ്ണ് നിറയുന്നത് അള്ളാഹന് ഇഷ്ടമല്ല. നിങ്ങളുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ പടച്ചവന്റെ സിംഹാസനം പോലും കുലുങ്ങിപ്പോകും. അങ്ങനെ ചില അടിമകൾ. അവരാരാണെന്നറിയൂ? മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ പടച്ചവനോട് ചോദിച്ചു, നബിയെ, അള്ളാഹുവേ, അത് ആരാ ഒന്ന് പറഞ്ഞു തരൂ, അവരാരാ ഒന്ന് പറഞ്ഞു തരുവോ? അള്ളാഹുവിന്റെ പ്രവാചകന് പടച്ചവൻ പറഞ്ഞു കൊടുത്തില്ല. ആ അവസരത്തിൽ അള്ളാന്റെ റസൂല് ചോദിച്ചു, അള്ളാഹുവേ, അവരുടെ അടയാളമെങ്കിലും ഒന്ന് പറഞ്ഞു തരും. നീ സ്നേഹിക്കുന്ന പള്ളത്ത് നീ സ്നേഹിക്കുന്ന ആ വിശിഷ്ട വ്യക്തികൾക്കുള്ള അടയാളമെങ്കിലും ഒന്ന് പറഞ്ഞതാ പടച്ചവനെ. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് പടച്ചവൻ പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, അവർക്ക് 3 അടയാളമാണുള്ളത്. പടച്ചവൻ സ്നേഹിക്കുന്നവർക്ക് 3 അടയാളമാണ്. അതിലൊന്നാമത്തെ അടയാളം ഏതെന്നറിയുമോ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. നബിയേ, പള്ളം നിവാസികളെല്ലാം പാതിരാത്രിയുടെ നിശബ്ദതയില്, തണുപ്പുള്ള രാത്രിയിലതാ പുതപ്പിന്റെ അടിയിൽ കിടന്ന് സുഖിച്ചുറങ്ങുമ്പോൾ, നബിയേ, ഒന്നാനാകാശത്തിൽ വന്നിട്ട് ഭൂമിയിലേക്ക് ഞാൻ നോക്കും നബിയേ, ഭൂമിയിലേക്ക് ഞാൻ നോക്കും നബിയേ. ആ അവസരത്തിൽ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ് നബിയേ. തഹജ്ജുദ് നിസ്കരിക്കുന്നവർ അവരെ അള്ളാഹു സ്നേഹിക്കുന്നതിന്റെ 1ാമത്തെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മജ്ലിസിൽ ഇരിക്കുന്ന നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ആരെങ്കിലും തഹജ്ജുദ് നിസ്കാരം നിത്യമായിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചോ, അള്ളാഹ് നിന്നെ സ്നേഹിക്കുന്നു, അതിന്റെ അടയാളമാത്. അള്ളാഹു നിലനിർത്താനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.